ഞാൻ ഈ സതീശന്റെ സത്യപ്രതിജ്ഞാ വിവാദം വന്നപ്പോൾ മേനോൻ എന്ന് പറഞ്ഞല്ലോ, എല്ലാവരും അതാണല്ലോ പറയുന്നത്. മേനോൻ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർക്കുള്ള മറുപടിയായി. മനസ്സിലായോ? ഞാൻ വെറും നായരല്ല മേനോനാണ് എന്ന് താൻ അറിഞ്ഞോ? വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ NDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടാക്കി. പിന്നെ അത് മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, MLA ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടി എവിടെ പോയി നമുക്കറിയില്ല. കരുണാകരൻ അതിനെ ഏതാണ്ട് നാമാവശേഷമാക്കി. കരുണാകരൻ അറിയാം അതിന്റെ പണിയൊക്കെ. സതീശനെ നഖശികാന്തം വിമർശിച്ചിരുന്ന ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റു കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായർക്കെതിരായി സതീശനെ സപ്പോർട്ട് ചെയ്തു. എന്നുവെച്ചാൽ സതീശന് അഹങ്കാരി എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയാം, നിങ്ങളാരാ എന്നുവെച്ചാൽ അത്രേ ഉള്ളൂ. ഈ ആസ്തി ആർക്ക് കിട്ടുമെന്നതാണ് ഇപ്പോഴുള്ള ചോദ്യം. സാധാരണ കുടുംബത്തെ കാരണവന്മാർ മരിക്കുമ്പോൾ മക്കൾക്കും മരുമക്കൾക്കും അതിന്റെ പങ്ക് കിട്ടുമെന്നുള്ള ഒരു ആശങ്കയുണ്ടല്ലോ. ആ അർത്ഥത്തിൽ NSSന്റെ ഇന്നത്തെ ക്ലൗട്ട് തകർന്നാൽ ആർക്ക് കിട്ടും? അത് ഏതെങ്കിലും വിധത്തിൽ അടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഗണേഷ് കുമാർ നോക്കണം. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തിന് മുൻപ് തന്നെയും അല്ലെങ്കിൽ പരാജയത്തിന് മുൻപും ശേഷവുമൊക്കെ പല രീതിയിലുള്ള വിവാദങ്ങൾ പല ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു, ആരോപണങ്ങൾ ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പരാജയം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഇടതുമുന്നണിക്കുണ്ടായത്. അതിൽ പരാജയപ്പെട്ട ആളാണ് മുൻ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ഗണേഷ് കുമാർ. അതുപോലെ ഒരിക്കലും പരാജയം ഉണ്ടാകും അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമെന്ന് കരുതിയിരുന്നതാണ് NSSും സുകുമാരൻ നായരൊക്കെ. ഈ പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ സുകുമാരൻ നായർ പറയുന്നു അത് മുഖ്യമന്ത്രി എന്നുള്ള മറുപടി പറയുന്ന വിഷയം വിടുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിരന്തരമായി ഗണേഷ് കുമാറും സുകുമാരൻ നായരും തമ്മിലുള്ള ഒരു അംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനമില്ലേ? അല്ല, അതിന്റെ അവസാനം രണ്ടുപേരുടെയും നാശത്തിലേക്ക് പോകുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും നിലയില്ലാ കയത്തിൽ കൈകാലിട്ട് അടിക്കുകയാണ്. നീന്തി അക്കരെ കയറാൻ പറ്റുന്നുള്ള പ്രതീക്ഷ രണ്ടാൾക്കുമില്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പതനമാണ് ഉണ്ടായത്. വലിയ പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു കാലത്തും തോൽക്കില്ല എന്നും എല്ലാ കാലത്തും താൻ അവിടെ പത്തനാപുരത്ത് നിന്ന് ജയിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന സ്ഥലത്താണ് ജ്യോതികുമാർ ചാമക്കാല ദയനീയമായി അയാളെ പരാജയപ്പെടുത്തുന്നത്. 25,000-30,000 വോട്ടിനൊക്കെ ജയിക്കുന്ന മണ്ഡലത്തിൽ നിന്നാണ് തോൽക്കുന്നത്. അപ്പൊ ആ തോൽവിക്ക് ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ NSSന്റെ തലയെ കെട്ടിവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ തോറ്റാൽ ആരെങ്കിലും ഒരാൾ കാരണമാണ് ഞാൻ തോറ്റത്, അല്ലെങ്കിൽ ഒരു സംഘടന കാരണമാണ് എന്ന് പറയാം. കാരണം ഗണേഷ് കുമാറും NSSും തമ്മിൽ മുമ്പ് തന്നെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഗണേഷ് കുമാറിനെ അവിടുത്തെ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ആ സമിതി പിരിച്ചുവിടുകയും ഗണേഷ് കുമാറിന്റെ ഭാഷയിൽ രാത്രി 12 മണിക്ക് താലൂക്ക് കമ്മിറ്റി പിരിച്ചുവിടുന്ന ഉത്തരവിറക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ വലിയ ദേഷ്യം ഗണേഷ് കുമാറിന് NSSനോടുണ്ട്, സുകുമാരൻ നായരോടുണ്ട്. പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഒരു ആശയപരമായ വ്യക്തതയുമില്ലാതെ തീർത്തും ആമാശയപരം എന്ന് പറയാവുന്ന സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ രണ്ടുപേരും. ഇതിലേതെങ്കിലും ഒരാളുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതൊന്നും ശരിയല്ല. രണ്ടുപേരും സ്വാർത്ഥതയുടെ പക്ഷത്താണ്. നേരത്തെ ചോദിച്ചതുപോലെ ഇടതുമുന്നണി എങ്ങനെയാലും ജയിക്കും എന്നൊരു വിശ്വാസം NSSനുണ്ടായിരുന്നു. അതുകൊണ്ട് NSS അതിക്രൂരമായി സതീശനെതിരെ അറ്റാക്ക് ചെയ്തത്. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുമ്പോട്ട് പോകുന്ന സതീശനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ വന്നത്. സുകുമാരൻ നായർ എങ്ങനെ വിമർശിച്ചാലും കേരളത്തിലെ ജനത, നായന്മാരടക്കം സതീശന് പിന്തുണ നൽകി എന്നതാണ് അതിലേറ്റവും വലിയ തമാശ. ഞാൻ ഈ സതീശന്റെ സത്യപ്രതിജ്ഞാ വിവാദം വന്നപ്പോൾ മേനോൻ എന്ന് പറഞ്ഞല്ലോ, എല്ലാവരും അതാണല്ലോ പറയുന്നത്. മേനോൻ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർക്കുള്ള മറുപടിയായി. മനസ്സിലായോ? ഞാൻ വെറും നായരല്ല മേനോനാണ് എന്ന് താൻ അറിഞ്ഞോ? വേണമെങ്കിൽ അതിലൊരു ചെറിയൊരു ഫലിതവും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ജാതി മാത്രമല്ല. ഈ പ്രശ്നം എന്താ? NSS എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഉണ്ടാവുന്നതാണ്. 1900-ന്റെ ആദ്യം SNDP അതിന് തൊട്ടടുത്തുണ്ടാവുന്നു. നിരവധി ജാതി സംഘടന ഉണ്ടാവുന്നു. നമ്പൂതിരി യോഗക്ഷേമ സഭയുണ്ടാവുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി SNDP NSSനുള്ള പ്രത്യേകത, അവര് ജാതി സംഘടന എന്നതിനേക്കാൾ സമുദായ സംഘടനകളായിട്ടാണ് ഉണ്ടായത്. ഒരു ജാതിയുടെ സംഘടനയല്ല. ദളിത് സംഘടനകൾ മുഴുവൻ ജാതി സംഘടനകളാണ് ഉണ്ടായി. അധികവും പോപ്പുലർ മഹാസഭ, സംഭവ സഭ, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ ഉണ്ടായത് നായർ എന്ന് പറയുന്നത് NSSന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. നായർ, മേനോൻ, പിള്ള, നമ്പ്യാർ, അങ്ങനെ ഇവരെല്ലാവരും ഇനിമേൽ നായർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരുടെ ക്ഷേമത്തിന് ഒരു സൊസൈറ്റി ഉണ്ടാവുന്നതാണ്.
അങ്ങനെ രജിസ്റ്റർ ചെയ്തു. തുടക്കത്തിൽ അതിന് ചില ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, ധർമ്മങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് എല്ലാ സമുദായങ്ങളിലും വിദ്യാഭ്യാസം കുറവാണ്, എല്ലാ സമുദായങ്ങളിലും കെട്ട അനാചാരങ്ങൾ, വളരെ മോശപ്പെട്ട അനാചാരങ്ങൾ എല്ലാവരും കൊണ്ടു നടന്നിരുന്നു. പ്രത്യേകിച്ചും ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിൽ നമ്പൂതിരിമാരുടെ സംബന്ധക്കാരായി നായന്മാർ വരിക എന്നൊക്കെ തുടങ്ങിയ വളരെ വൃത്തികെട്ട ആചാരങ്ങളൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ പോരാടുന്നു. നമ്പൂരി സമുദായത്തിലും ഈഴവ സമുദായത്തിലും ഒക്കെ ആ തരത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പോൾ. പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ ഈ സമുദായ സംഘടനകളൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ ധർമ്മം തീർന്നു. പക്ഷെ അവർക്ക് നിലനിന്നേ പറ്റൂ. നിലനിൽക്കണമെങ്കിൽ സ്ഥാപനവൽക്കരിക്കണം. അതിൻ്റെ ഒരു ഫലമാണ്. ഇപ്പോൾ എപ്പോഴും പറയുന്നത്, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ SNDP ഉണ്ടാക്കും. അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാനാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ രണ്ട് പേരും പറയാൻ പറ്റും. ഒരു പേര് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സംഭവിച്ചതിന് കാരണം, ഇന്ന് SNDPക്ക് ഈഴവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല, SNDP നിലനിർത്താൻ വേണ്ട, അതിൻ്റെ ആസ്തികൾ നിലനിർത്താൻ വേണ്ട സംഗതികൾ, സ്കൂള് കോളേജ് സംഗതികളുള്ളത്. അതേപോലെ തന്നെ NSS ഇപ്പോൾ കുറേ ആസ്തികളുണ്ട്. മന്നം സമാധി അടക്കമുള്ള നിരവധി ആസ്തികളുണ്ട്. ഈ ആസ്തികൾ കോളേജുകളും മറ്റുമായിട്ട് ഈ ആസ്തികൾ സംരക്ഷിക്കണം. അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില നിലപാടുകളാണ് ശരിദൂരം, സമദൂരം, ഇങ്ങനെയുള്ള ചില തട്ടിപ്പ് പരിപാടികൾ. അപ്പോൾ രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കുക, എന്നിട്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. ഇത് 1959 വിമോചന സമരകാലത്താണ് NSS ആദ്യമായി പരസ്യമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്ന് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ, ലോകത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വിമോചന സമരം നടത്തി. അന്ന് അവർ വലിയ രാഷ്ട്രീയ ക്ലൗട്ട് സ്ഥാപിച്ചു. അതിനുശേഷം മാറി മാറി വരുന്ന സർക്കാരുകളെ സ്വാധീനിച്ചു. ഒരു ഘട്ടത്തിൽ NDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടാക്കി. പിന്നെ അത് മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, MLA ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടി എവിടെ പോയി നമുക്കറിയില്ല. കരുണാകരൻ അതിനെ ഏതാണ്ട് നാമാവശേഷമാക്കി. കരുണാകരൻ അറിയാം അതിൻ്റെ പണിയൊക്കെ. അപ്പോൾ NDP പോയി. പിന്നെ ഉള്ളത് ഇവര് NSS പിടിച്ചു നിന്നത് കുറേയൊക്കെ ശരിദൂരം, സമദൂരം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിന്നു. പക്ഷേ സുകുമാരൻ നായരുടെ കാലെത്തിയപ്പോഴേക്കും കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഒന്ന്, NSSലെ ആളുകളൊന്നും, നായന്മാരൊന്നും NSS ഭരണ കേട്ടല്ല വോട്ട് ചെയ്യുന്നത്. അവർക്കൊക്കെ വൃത്തിയായ രാഷ്ട്രീയമുണ്ട്. അതിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അവരിപ്പോൾ ഇയാൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്നില്ല. അതൊന്ന്. അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ ക്ലൗട്ട് വളരെ കുറഞ്ഞു. രണ്ടാമത്, NSSൽ നല്ലൊരു ഭാഗം BJPയിലേക്ക് പോയി. NSSൽ നായന്മാർ. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാൾ ഇനി എന്ത് പറഞ്ഞാലും അവിടെ നടക്കാൻ പോകും. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലായി, ഇത് NSS നായർക്ക് വേണ്ടിയല്ല, സുകുമാരൻ നായർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോക്കസിന് വേണ്ടിയാണ്. ഇപ്പൊ ഗണേഷ് കുമാർ തന്നെ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണമുണ്ട്. അവിടെ നിയമനം നടത്തിയത് മുഴുവൻ സ്വന്തക്കാരിയാണ്. 23 നിയമനം എന്തോ കണക്കാ അദ്ദേഹം പറയുന്നത്. നിയമനങ്ങളൊക്കെ കുമാരൻ നായരുടെ ബന്ധുക്കളും സ്വന്തക്കാർക്കും വേണ്ടിയാണ്. അങ്ങനെയായി അത്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നായരാണെങ്കിലും കാശ് കൊടുത്താലേ ജോലി കിട്ടൂ എന്നുമായി. എന്ന് പറഞ്ഞാൽ അതൊരു സ്വത്തുൽ സമ്പാദന മാർഗമായി മാറി, അതിൻ്റെ നിയന്ത്രണമായി. അതൊരു സ്ഥാപനമാകുമ്പോൾ അതങ്ങനെയാണ്. പാർട്ടിയിലും അങ്ങനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ സംഭവിച്ചുള്ളത് തന്നെ. ഒരു സ്ഥാപനമായാൽ എല്ലാ സ്ഥാപനം സംരക്ഷിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ നേതാവിനെ സംരക്ഷിക്കുക. അതുകൊണ്ട് അതിൻ്റെ ആശയം എന്താണെന്നൊന്നും ആരും നോക്കാറില്ല. അതേ ദുർഗതിയിലേക്ക് വന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറഞ്ഞതുപോലെ VD സതീശനെതിരായി ശക്തമായി ആക്രമണം നടത്തി. സതീശൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാൻ വരുന്നില്ല. തീർന്നല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ വരുന്നില്ല, ശേഷം പണി വരാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ വരുന്നില്ല. അപ്പോൾ എന്നിട്ടും സതീശൻ വഴങ്ങില്ല. സതീശനെ മറ്റേ എതിരായും ചെന്നിത്തല കൂടെ നിർത്തിയൊക്കെ ഉള്ള ചില കലാപരിപാടിയൊക്കെ നടത്തി. പക്ഷെ ഒന്നും ഏറ്റില്ല, എല്ലാം പോയി. വെള്ളാപ്പള്ളി നടേശൻ നോക്കിയ ഹിന്ദു ഐക്യം, നായരീഴവ ഐക്യം, അതും പൊളിഞ്ഞു പാളീസ്. അപ്പൊ പിന്നെ രാഷ്ട്രീയം ഒന്നും പറയാനില്ല. അങ്ങനെയാണ് അയാളും എന്നുവെച്ചാൽ സുകുമാരൻ നായരും NSSും നിലയില്ലാക്കായത്തിലായത്. ഇപ്പോൾ അത് കഴിഞ്ഞ് സതീശൻ മുഖ്യമന്ത്രിയായിട്ടും സതീശൻ അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് രാഷ്ട്രീയത്തിൽ അടുത്ത കളി. രാഷ്ട്രീയത്തിൽ എന്നുവെച്ചാൽ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. അപ്പോൾ സതീശനെ നഖശികാന്തം വിമർശിച്ചിരുന്ന ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റു കഴിഞ്ഞപ്പോൾ
സുകുമാരൻ നായർക്കെതിരായി സതീശനെ സപ്പോർട്ട് ചെയ്യും. എന്നുവെച്ചാൽ സതീശന് അഹങ്കാരി എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയാം നിങ്ങളാരാ എന്നുവെച്ചാൽ അത്രേ ഉള്ളൂ. സതീശനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, സുകുമാരൻ നായരോടുള്ള ദേഷ്യം സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സുകുമാരൻ നായർ ഇങ്ങനെ ഗണേഷിനെതിരാണ് എന്ന് പറയുകയും പത്തനാപുരം NSS താലൂക്ക് യൂണിറ്റ് ഇയാൾക്കെതിരായി പ്രവർത്തിക്കുകയും ഗണേഷ് കുമാർ തോറ്റപ്പോൾ അവിടെ നിന്ന് മധുരപലഹാരം വിതരണം ചെയ്തെന്നും പായസം വിതരണം ചെയ്തെന്നൊക്കെയാണ് കഥ. എന്തായാലും ആ സംഘർഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ NSSന്റെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഗണേഷ് കുമാറിന് സുകുമാരൻ നായർക്ക് ബദലായി ഒരു NSSൽ വരാൻ പറ്റുമോ? ഇതിനിടയ്ക്ക് ഡൽഹിയിൽ ആരോ NSS ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയും കേൾക്കാനുണ്ട്. NSSന് ബദൽ ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏതോ ഡൽഹി നായന്മാർ കൂടി, അതറിയില്ല. എന്തായാലും ഈ ആസ്തി അവർക്ക് എടുക്കാൻ കഴിയുമോ? ഈ ആസ്തി ആർക്ക് കിട്ടുമെന്നതാണ് ഇപ്പോൾ ഉള്ള ചോദ്യം. സാധാരണ കുടുംബത്തെ കാരണവന്മാർ മരിക്കുമ്പോൾ മക്കൾക്കും മരുമക്കൾക്കും അതിന്റെ പങ്ക് കിട്ടുമെന്നുള്ള ഒരു ആശങ്കയുണ്ടല്ലോ. ആ അർത്ഥത്തിൽ NSSന്റെ ഇന്നത്തെ ക്ലൗട്ട് തകർന്നാൽ ആർക്ക് കിട്ടും? അത് ഏതെങ്കിലും വിധത്തിൽ അടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഗണേഷ് കുമാർ നോക്കണം. ഗണേഷ് കുമാറിന് അങ്ങനെ ചില പാരമ്പര്യങ്ങളും ഉണ്ട്. അതുകൊട്ടെ അദ്ദേഹത്തിന്റെ പെങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട്, സ്വത്തുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ. അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ അദ്ദേഹത്തിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും രണ്ടുപേരും നിലയില്ലാ കയത്തിലാണ്. രണ്ടുപേർക്കും സർക്കാരിന്റെ, പ്രത്യേകിച്ച് സതീശന്റെ ഗുഡ് ബുക്കിലില്ല. സുകുമാരൻ നായരുടെ മകളുടെ പേരിലോ എന്തൊക്കെയോ കേസുകളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നു, നമുക്കറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയന്റെ സാഷ്ടാംഗം വീണതെന്നും സതീശനെ ഇപ്പോൾ കാൽ പിടിക്കാൻ പോകുന്നതെന്നും സതീശൻ അതിന് വഴങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സതീശൻ എത്ര സുകുമാരൻ നായർക്കെതിരെ ഒരു പരിധി വിട്ട് പോകാനൊന്നും കഴിയില്ല. കാരണം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഇടത്തും വലത്തും നിന്ന് പിടിക്കും. അപ്പം അതുകൊണ്ട് സതീശന്റെ രക്ഷയൊന്നും കിട്ടില്ല, സതീശന്റെ ശിക്ഷയും കിട്ടില്ല. സ്വയം നശിക്കൂ NSS അല്ലെങ്കിൽ ഗണേഷ് കുമാർ എന്നത് മാത്രമേ ഇനി ആലോചിക്കേണ്ടത്.